ഹായ് ഹലോ. ഹോളിഡേ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു വൺ ഡേ ട്രിപ്പ് പോകാനായിട്ട് ആരാ ആഗ്രഹിക്കാത്തത്? അങ്ങനെ ഞങ്ങളും വിചാരിച്ച് ഒരു നല്ലൊരു യാത്ര പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചത് മലക്കപ്പാറ പോകാനാണ്. കാടുകളിലൂടെയുള്ള യാത്രയാകുമ്പോൾ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിക്കണം. ഇതുപോലത്തെ യാത്രകൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുദ്ധവായു എന്താണെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അന്നാണ് ഞാൻ ശരിക്കും അനുഭവിച്ചത്. ഞാനധികം ഓടിയൊന്നും വിട്ട് കൊളാക്കുന്നില്ല. ആ ഒരു ഫീല് പകുതിയെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മഞ്ഞിൽ കുളിച്ച് കിടക്കുന്ന ഗ്രാമങ്ങളും ആ പ്രകൃതി ഭംഗിയും നല്ല തണുത്ത കാറ്റും, ഭൂമി എത്ര സുന്ദരം എന്ന് ഓരോ നിമിഷവും നമുക്ക് തോന്നിപ്പോവും. ഈ പ്രകൃതി ഭംഗിയിൽ ഭൂമി ഒരു അതിശയമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഫ്രഷപ്പ് ആവാൻ ഞങ്ങൾ ഇവിടെയാണ് കയറുന്നത്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ് KSRTCയുടെ യഥാർത്ഥ ഭംഗി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടം വരെ വന്നിട്ട് മാഗി കഴിക്കാണ്ട് പോകണം എങ്ങനെയാണെന്ന് വിചാരിച്ചൊരു മാഗിയും പറഞ്ഞു. പ്രകൃതിയോട് അലിഞ്ഞ് യാത്ര ചെയ്യണമെങ്കിൽ ശരിക്കും 2 വീലറിന് തന്നെ യാത്ര പോകണം. പക്ഷെ വന്യജീവികൾ അത് നമുക്ക് എപ്പോഴും ഭീഷണിയായിരിക്കും. അതുകൊണ്ട് മാക്സിമം 2 വീലറൊക്കെ ഒഴിവാക്കി KSRTC പിടിക്കണം. KSRTCയിലെ യാത്ര അത് അടിപൊളിയായിരിക്കും. കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര ശരിക്കൊരു വികാരം തന്നെയാണ്. ഭൂമിയുടെ ഈ അത്ഭുതം എന്നും അതുപോലെ തന്നെ നിലനിൽക്കണേന്ന് ആരായാലും ഒന്ന് പ്രാർത്ഥിച്ചു പോകും. നല്ല വ്യൂവും നല്ല റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് സിറ്റി ജീവിതത്തിലേക്ക് വന്നു. നല്ലൊരു കട്ടനും പുട്ടും ബീഫും അടിപൊളിയായിരുന്നു.